ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ സൂകളിലൊന്നായ തിരുവനന്തപുരം സൂവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഈ സൂ ഉള്ളത്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഓപ്പണിംഗ് ആയ ഈ സൂവിലേക്ക് എൻട്രി ഫീ ആയി 40 രൂപയാണ് വലിയവർക്ക്, കുട്ടികൾക്ക് 10 രൂപയും. ഇനിയിപ്പോൾ നമ്മുടെ കൈവശം ക്യാമറയുണ്ടെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടി 200 രൂപയും ക്യാമറയ്ക്കായിട്ട് 50 രൂപയും സ്പെഷ്യൽ ഫീ ഈടാക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ലഗേജ് വെക്കാനുള്ള ക്ലോക്ക് റൂം സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇല്ല എന്ന് പ്രത്യേകം ബാഗിൽ ചെക്ക് ചെയ്ത് മാത്രമേ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ സൂവിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇലക്ട്രിക് ബഗ്ഗി ഇവിടെ കാണാം. കാരണം 55 ഏക്കറിലുള്ള സൂ സുഖമായി ഒന്ന് കാണാൻ ഈ ഇലക്ട്രിക് ബഗ്ഗി ഒരു നല്ലൊരു കാര്യമാണ്. കൂടാതെ സൂവിന്റെ മുഴുവൻ മേഖലകളെയും കാണിക്കുന്ന ഡീറ്റെയിൽഡ് മാപ്പ് ഇവിടെ പലയിടത്തും കാണാം. ആദ്യം തന്നെ വൈൽഡ് അനിമൽ സെക്ഷനിലേക്കാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണുന്നത് ഒരു നല്ല ഗുണ്ടപ്പൻ കാട്ടി എന്ന് പേളിപ്പേരുള്ള കാട്ടുപോത്ത്. ഒരു ഗുമ്മില്ല അല്ലേ, കാട്ടുപോത്തെന്ന് തന്നെ വിളിക്കാം. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയായ ഇവർക്ക് 1500 കിലോഗ്രാം വരെ തൂക്കം വരും. എല്ലാ കൂടുകൾക്ക് മുന്നിലും ഏത് മൃഗമാണെന്നുള്ള ഡീറ്റെയിൽസ് മുമ്പിലായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. IUCN റെഡ് ലിസ്റ്റിലുള്ള ലയൺ ടെയിൽഡ് മെക്കാക്കുകളാണ് അടുത്തത്. ആരാന്ന് മനസ്സിലായില്ലേ? സിംഹവാലൻ കുരങ്ങ്. ഒരുപാട് മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാക്കിയ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സ്വതന്ത്രമായിട്ടാണ് അവരുടെ ജീവിതം. ഈ രീതിയിലുള്ള വലിയ വലിയ ഓപ്പൺ സ്പേസിലാണ് ഇവരുടെ താമസം. ദേ വരുന്നു അടുത്തയാൾ, ബംഗാൾ കുരങ്ങ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്നത് ഇവരെ തന്നെയാണ്. കുരങ്ങന്മാരെയൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ വലിയ കൂട്ടിലായി കാണുന്നത് വെള്ള റിയയാണ്. ഇവരുടെ കൂട് ചെറിയ നെറ്റുകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവരുടെ ക്ലിയർ വീഡിയോ എടുക്കലൊന്നും എളുപ്പമല്ല. നമ്മൾ നടക്കുന്ന വഴിയുടെ ഇരുവശവും ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് മരങ്ങളുടെ തണലുണ്ട്. മരങ്ങളുടെ പേരോടുകൂടിയാണ് ഓരോ മരവും ഇവിടെ ഉള്ളത്. അടുത്ത കക്ഷി വേറെ ആരുമില്ല, വെള്ളിമുങ്ങിയാണ്. ഈ കൂടിൻ്റെ നെറ്റ് കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് വീണ്ടും നമ്മുടെ വീഡിയോഗ്രാഫി കുറച്ചുകൂടെ പാടായി. ഒന്നിൽ കൂടുതൽ വെള്ളിമൂങ്ങകൾ ഇവിടെ ഉണ്ടെങ്കിലും ഒന്നിനെ ശരിക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണുന്നത് വലിയൊരു കൂടാണ്. അതിനകത്താണെങ്കിൽ കഴുകന്മാരുടെ ഒരു കൂട്ടമാണ്. ബംഗാൾ കഴുകൻ, ഹിമാലയൻ കഴുകൻ, വെള്ളവയറൻ കടൽ പരുന്ത് ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ പരുന്തുകളായ വെള്ളവയറൻ കടൽ പരുന്താണിത്. 2 മീറ്ററോളം നീളമുള്ള ചിറകുകളാണ് ഇവർക്കുള്ളത്. വലിയ ഷെയ്ക്കിനെ പോലെ ഓവർകോട്ടൊക്കെ ഇട്ടുള്ള ഇരിപ്പാണ് മൂപ്പരുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ കഴുകന്മാരിൽ ഒരാളായ ഹിമാലയൻ കഴുകനാണിത്. 8 മുതൽ 12 കിലോ വരെ തൂക്കമുണ്ട് ഇവർക്ക്. പിന്നെ 3 മീറ്ററോളം നീളമുള്ള ചിറക് വിരിച്ചുള്ള ഇവന്മാരുടെ പറക്കൽ കാണാൻ അതിമനോഹരമാണ്. ഈ കാണുന്ന മുതലകളാണ് മീൻ മുതലകൾ. പേരുപോലെ തന്നെ മീനുകളെയും ചെറിയ ജീവികളെയൊക്കെ തിന്ന് ജീവിക്കുന്ന പാവങ്ങളാണിവർ. സാധാരണ മുതലയേക്കാൾ ചെറുതും മൂക്ക് നീണ്ടതുമാണ് ഇവരുടെ ഒരു പ്രത്യേകത. നമുക്ക് ആവശ്യമായ വിഷ്വൽസ് ഒക്കെ തന്ന് സഹകരിച്ചത് സത്യത്തിൽ ഇവന്മാർ മാത്രമാണ്. ഇനിയിപ്പോൾ വായ തുറന്നു വരെ പോസ് തന്നു നമ്മുടെ ആശാന്മാർ. പിന്നെ ഈ കാണുന്ന കൂടാരം കണ്ടോ, പല വെറൈറ്റി കൊക്കുകളുടെ ഒരു ലോകമാണിത്. അവർക്ക് അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ അതുപോലെ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ സൂവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇവിടെ ആയിരിക്കാം. കാരണം അത്ര രസമാണ് ഓരോ ഇനങ്ങളുടെയും മൂവ്മെൻറ്റുകൾ ഇങ്ങനെ കണ്ടിരിക്കാൻ. വെറൈറ്റി വർണ്ണക്കൊക്കുകൾ, നീലക്കോഴി, അരയന്നങ്ങൾ, വെള്ളത്തൊപ്പി താറാവ്, പുള്ളിച്ചുണ്ടൻ കൊതുമ്പനം എന്നിവരാണ് ഈ കൂടാരത്തിലുള്ളവർ. ഇനി നമ്മൾ കാണുന്നത് കരടിക്കുട്ടന്മാരെയാണ്. 2 വെറൈറ്റി സ്പീഷീസിൽ ഉൾപ്പെടുന്നവരാണിവർ. ഒന്നാമൻ തേൻ കരടി. പേരുപോലെ തേന് ഹണ്ട് ചെയ്യാൻ മിടുക്കരാണിവർ.
സിംഹത്തെ പോലെ നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറുള്ള ഈ മിടുക്കനെ ലോകത്തിലെ ഏറ്റവും ധൈര്യശാലി മൃഗമെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ വരെ പേരുണ്ട്. ഈ കൂട്ടരെ നിസ്സാരക്കാരല്ല, രാത്രികാല വേട്ടക്കാരെന്നറിയപ്പെടുന്ന ഹിമാലയൻ കരടികളാണിവർ. മനുഷ്യനെ പോലും നേരിടുന്ന തരക്കാരാണിവർ. കൊടും മഞ്ഞുകാലത്ത് മാസങ്ങളോളം സമാധി നിദ്ര നടത്തുന്ന ഇവരുടെ ബുദ്ധിശക്തിയും കുതിരയേക്കാളുള്ള സ്പീഡും ഇവരുടെ ഹൈലൈറ്റ് ആണ്. പിന്നെ ഈ സിൽക്ക് പോലെ തിളങ്ങുന്ന ശരീരത്തുണ്ടാകുന്ന മുറിവുകൾ തനിയെ വേഗം ഉണക്കാനുള്ള കഴിവുകൾ കൂടി ഇവർക്കുണ്ട്. ഈ കാണുന്ന കെട്ടിടത്തിൽ പക്ഷികൾക്കായിട്ടുള്ള കൂടാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഇപ്പുറവും അപ്പുറവുമായി ഒരുപാട് വെറൈറ്റി പക്ഷികളെ കാണാനാവും. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാടിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മുഴുവനും ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം റെസ്റ്റ് ചെയ്യാനുള്ള ഇരിപ്പിടങ്ങൾ കൂടി സജ്ജീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഒത്തിരി റിലാക്സ് ആയി നമുക്കിവിടെ ആസ്വദിക്കാനാവും. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ടീംസിനെയാണ്. ആരാന്ന് മനസ്സിലായില്ലേ? ഹിപ്പോപ്പൊട്ടാമസ്. മൂക്കും കണ്ണും ചെവിയും എല്ലാം തന്നെ ഇവരുടെ തലയ്ക്ക് മുകളിലായിട്ടുള്ളത് കൊണ്ട് ഈ വിദ്വാൻമാർക്ക് വെള്ളത്തിനുള്ളിൽ മുഴുവനായി മുങ്ങിക്കിടന്നാലും കാണാനും ശ്വാസം വിടാനും ഒക്കെ പറ്റും. അടുത്തത് മ്ലാവുകളുടെ കൂട്ടമാണ്. അവരും കാട്ടിൽ ജീവിക്കുന്ന അതേ ഫീലിംഗിൽ കൂട്ടമായി മേയുകയാണ്. ആൺമ്ലാവുകൾ പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്കാണെങ്കിൽ വളഞ്ഞ ശിഖിരങ്ങൾ പോലെയുള്ള കൊമ്പുകൾ ഉണ്ടാവും. കൊമ്പ് പൊഴിഞ്ഞു പോയാൽ പോലും പുതിയത് മുളച്ചു വരികയും ചെയ്യും. മ്ലാവുകൾ പൊതുവെ മികച്ച നീന്തൽക്കാർ കൂടിയാണ്. മ്ലാവുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സുലഭമായി കാടുകളിൽ കാണാറുള്ള പുള്ളിമാനുകളുടെ സെക്ഷനാണ് അടുത്തത് കാണാൻ നല്ല ഭംഗിയുള്ള കൊമ്പുകളോട് കൂടിയിട്ടുള്ള കൃഷ്ണമൃഗങ്ങളുടെ കൂട്ടമാണ്. മറ്റു മാനുകളുടെ കൊമ്പ് പോലെയല്ല, പൊഴിഞ്ഞു പോകാത്ത ബലമുള്ള പിരിഞ്ഞ രീതിയിലുള്ള ഒരു കൊമ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വീണ്ടും കാട്ടുപോത്തിൻ്റെ സെക്ഷനാണ് അടുത്തത്. എന്താലേ അവന്മാരുടെ ഒരു ബോഡി! നല്ല ജിമ്മന്മാരെ പോലെ മസിൽ സ്ട്രെങ്ത് ഉച്ചവേരിൽ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഈ കാണുന്ന അടുത്ത കൂട്ടത്തെയും മാനുകളായി തോന്നാമെങ്കിലും ഇവരുടെ പേരാണ് ബാരസിംഹ. എന്നുവെച്ചാൽ 12 അഗ്രമുള്ളത് എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ ഇവരുടെ ആൺമാനുകൾക്ക് ഗംഭീര കൊമ്പുകളാണ്. പെൺമാനുകൾക്ക് എന്ന കൊമ്പുകളെ ഉണ്ടാകാറില്ല. ഈ കാണുന്ന വിഭാഗമാണ് വൈറ്റ് റിയ എന്നറിയപ്പെടുന്ന ഒട്ടകപ്പക്ഷിയുടെയും എമ്മുകളുടെയും ഒക്കെ വിഭാഗത്തിൽപ്പെടുന്നവ. അമേരിക്കൻ ഒട്ടകപ്പക്ഷി എന്നാണ് ഇവരെ വിളിക്കാറ്. ഒട്ടകപ്പക്ഷിയുടെ പോലെ 2 വിരലുകളല്ല, ഇവർക്ക് 3 വിരലുകളുണ്ട്. പിന്നെ പറക്കാൻ അറിയില്ലെങ്കിലും മണിക്കൂറിന് ഏകദേശം 60 കിലോമീറ്റർ വരെ ഓടാൻ കഴിവുള്ളവരാണ്. കൃഷ്ണമൃഗം അഥവാ ബ്ലാക്ക് ബക്കേഴ്സിൽ ഉൾപ്പെടുന്ന വെളുത്ത ഇനം ടീമുകളെയും ഇവിടെ കാണാം. അടുത്തത് എമുകളാണ്. ഏറ്റവും ഉയരം കൂടിയ പക്ഷിയാണെങ്കിലും ഇവർക്ക് പറക്കാൻ അറിയില്ല. എന്നിരുന്നാലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ഓടാൻ കഴിയും. ഇനിയുള്ള കൂടുകൾ ബിഗ് ക്യാറ്റ് സെക്ഷനുകളാണ്. ഗണേഷ് എന്ന് പേരിട്ടിരിക്കുന്ന പുള്ളിയുടെ മടയാണ് ഈ കാണുന്നത്. ഉച്ചഭക്ഷണത്തിന്റെ ക്ഷീണത്തിൽ ആശ നല്ല മയക്കത്തിലായിരുന്നു. വയറ് നിറഞ്ഞുള്ള കിടപ്പ് കണ്ടാലേ അറിയാം ഈ അടുത്തൊന്നും ഉണരാൻ സാധ്യതയില്ലെന്ന്. ഇത്തിരി നേരം ആ കിടപ്പൊക്കെ നോക്കി നമ്മൾ വിഷ്വൽസ് എടുത്ത് നിന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് ഈ സൂവിൻ്റെ മെയിൻ അട്രാക്ഷൻ ഏരിയയായ കാട്ടിലെ രാജാവിൻ്റെ അടുത്തേക്കാണ്. രാജാവ് നമ്മൾ ചെന്ന സമയം ഉച്ചയൂട്ടൊക്കെ കഴിഞ്ഞ് പള്ളിമയക്കത്തിലായിരുന്നു. നമ്മുടെ ലക്കിന് ഈ ബെഞ്ചിൽ തന്നെയായിരുന്നു ഇന്നത്തെ മയക്കം. തൊട്ടടുത്തുള്ള കൂട് കടുവയുടേതായിരുന്നു. ഈ കൂട്ടരാണ് പന്നിമാൻ. താരതമ്യേന ചെറിയ ഇനം മാനുകളാണിവർ. മറ്റു മാനുകളെ പോലെ കുതിച്ച് ആടുകയോ ചാടിപ്പോവുകയോ ഒന്നും ഇക്കൂട്ടര് ചെയ്യാറില്ല. പകരം പന്നികളെ പോലെ തല താഴ്ത്തി ശരീരം കുനിച്ച് ഓടുകത്രേ. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് വരാനുള്ള കാരണം. അടുത്തതൊരു വെറൈറ്റി ബട്ടർഫ്ലൈ പാർക്കാണ്. ഒരുപാട് ചെടികളും മരങ്ങളും വാട്ടർ ഫൗണ്ടേഷനും ഒക്കെയുള്ള ഒരു ഗാർഡൻ. ചില സമയത്ത് വെറൈറ്റി ചിത്രശലഭങ്ങളെ ഇവിടെ കാണാനാവും. നമുക്കൊരു ചിത്രശലഭങ്ങളുടെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഒരു ലക്കാണ്. ചില സമയം ഒന്നും ഉണ്ടാവുകയില്ല. ഇന്ന് മറ്റു പല എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ടെങ്കിലും ഫാമിലിയും കുഞ്ഞുങ്ങളും ഒക്കെയായി ഇവിടെ വന്ന് പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകളും അറിവുകളും നമ്മളെ പ്രകൃതിയിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഈ കാണുന്ന കൂട്ടിൽ ഒരുപാട് മുള്ളംപന്നികളെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്തായിട്ടുള്ളത് മുതലകളുടെ ഒരു കുളമാണ്. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടേഷനാണ് ഇവർക്ക് ഒരുക്കിയിരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മുടെ ഒട്ടകപ്പക്ഷികളുടെ ഏരിയ ആണ്. ഏറ്റവും വലിയ പക്ഷി എന്ന നിലയിൽ പറക്കാൻ അറിയില്ലെന്ന ഒറ്റ കുറവേ ഇവർക്കുള്ളൂ. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുന്ന ഓട്ടക്കാരാണിവർ. പിന്നെ മനുഷ്യരെ പോലെ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഈ പുള്ളികളുടെ കാഴ്ചശക്തി അപാരാണ്. ഇനി ഒരു പോർഷൻ മുഴുവൻ റെപ്റ്റൈൽസ് അഥവാ നമ്മുടെ ഉരകങ്ങളുടെ സെക്ഷനാണ്. അനാക്കൊണ്ട, പെരുമ്പാമ്പ്, അണലി, രാജവെമ്പാല, മൂർഖൻ തുടങ്ങി ഒരുപാട് പേരിവിടെ ഉണ്ട്. പലരും വെള്ളത്തിലും പൊത്തിലും ഒക്കെയായി അവർ സുഖമായി കിടക്കുന്നത് കാണാം. ഈ സൂവിൻ്റെ എൻഡായി ചെന്നെത്തുന്നത് മയിലിൻ്റെ കൂട്ടിലേക്കാണ്. ഒന്നല്ല, ഒരുപാട് മയിലുകളുടെ താവളമാണിത്. അവരുടെ കരച്ചിലൊക്കെയായി സൂവിനെ ഒരു അനക്കമൊക്കെ വയ്ക്കുന്നത് ഇവർ തന്നെയാണ്. ഇത്രയൊക്കെയാണ് തിരുവനന്തപുരം സൂവിലെ കാഴ്ചകൾ. സൂവിലേക്ക് കാണാൻ എത്തുന്നവർ മസ്റ്റ് വിസിറ്റായി പോകേണ്ട 2 സ്ഥലങ്ങൾ കൂടി ഇവിടെ തന്നെയുണ്ട്. ഒന്നാമതായി രാജാ രവിവർമ്മയുടെ ശ്രീചിത്ര ആർട്ട് ഗാലറിയും രണ്ടാമതായിട്ട് നേപ്പിയർ മ്യൂസിയം ആണ്. ഇത് രണ്ടും ഈ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ്. പുരാവസ്തുക്കളുടെയും ചരിത്രപരമായ വസ്തുക്കളുടെയും ഒരു വലിയ ശേഖരമാണ് നേപ്പിയർ മ്യൂസിയത്തിലുള്ളത്. ഇതിന്റെ ഇൻഡോ സാസനിക് വാസ്തുവിദ്യയിലുള്ള കെട്ടിടം തന്നെ ഒരു വലിയ അട്രാക്ഷനാണ്. അതുപോലെ ഒട്ടനവധി ചിത്രകലയുടെ വിസ്മയങ്ങളാണ് ഈ ശ്രീചിത്ര ആർട്ട് ഗാലറിയിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ സൂവിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി കണ്ടുമുട്ടാം.